ഭീകരസംഘടനയായ ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാവിനെ വധിച്ച് ഇസ്രായേൽ. കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹിസ്ബുള്ള ചീഫ് ഓഫ് സ്റ്റാഫ് ഹെൽക്കം അലി തബതബായിയെ കൊലപ്പെടുത്തിയത്. ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഉത്തരവിനെ തുടർന്നാണ് IDF ബെയ്റൂട്ടിൽ ഹിസ്ബുള്ളയുടെ ചീഫ് ഓഫ് സ്റ്റാഫിനെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിലാണ് ഭീകരരുടെ പ്രധാന നേതാവായ ഹെൽക്കം അലി തബതബായി കൊല്ലപ്പെട്ടുവെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയത്. ഹിസ്ബുള്ള സംഘടന ശക്തിപ്പെടുത്താനും ആയുധബലം വിപുലീകരിക്കാനും ചുമതലയുള്ള പ്രധാന നേതാവാണ് കൊല്ലപ്പെട്ടതെന്ന് പ്രധാനമന്ത്രി നെതന്യാഹു പ്രതികരിച്ചു. എല്ലായ്പ്പോഴും എല്ലായിടത്തും തങ്ങളുടെ ലക്ഷ്യം നിറവേറ്റാൻ ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാണെന്നും നെതന്യാഹു പറഞ്ഞു. US-ന്റെ മധ്യസ്ഥതയിൽ 1 വർഷം മുൻപ് ഒപ്പുവെച്ച വെടിനിർത്തൽ കരാർ ഭീകരർ ലംഘിച്ചതിനെ തുടർന്നാണ് ഇസ്രായേൽ ആക്രമണത്തിന് മുതിർന്നത്. ഹിസ്ബുള്ളയുടെ പ്രബല കേന്ദ്രമായ ബെയ്റൂട്ടിന്റെ തെക്കൻ മേഖലയിലാണ് ആക്രമണമുണ്ടായത്. ഹരേദ് ഹ്രൈക്ക് മേഖലയിലെ കെട്ടിടത്തിൽ 3 മിസൈലുകളാണ് പതിച്ചത്. 9 നില കെട്ടിടത്തിന്റെ 3-4 നിലകളിലാണ് ആക്രമണമുണ്ടായതെന്നും സ്ഥലത്ത് നിന്ന് കനത്ത പുക ഉയർന്നുവെന്നും അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. 2016 US ഹിസ്ബുള്ള ഭീകരനായി പ്രഖ്യാപിച്ചയാളാണ് തബതബായി. ഇയാളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് $50 ലക്ഷം പാരിതോഷികവും പ്രഖ്യാപിച്ചിരുന്നു. ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ നയീം ഖാസമിന് ശേഷം 2ാമത്തെ പ്രമുഖ നേതാവാണ് തബതബായി.